Good morning, everyone. Good morning, ma'am. Dear Lord, help me through my education. I want to better myself and grow in my career. Give me the strength to do so. Help me through all my classes and course. Help me keep focus and never lose heart. Thank you. സൈനിങ് കഴിഞ്ഞത്തോട്ടാണ് ഞാൻ ജസ്റ്റ് കയറിയുള്ളത് അതുകൊണ്ടാണ്. Good morning, everyone. I am Adira. Today's thought: opportunity does not happen. You need to create them. Thank you. Good morning, everyone. I am Shruti Suresh, and a very warm welcome to our online class. I am really looking forward to learning and growing with all of you this session. I would like to invite Ashwati ma'am for today's class. Thank you. Okay. Yeah. Good morning to all. Good morning, Good ma'am. morning. Good morning. Okay. These students ഒരുപാടുണ്ടല്ലോ. ഇത് കുറവാണല്ലോ. ജോയിൻ ചെയ്യുന്നേയുള്ളോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ 14 പേരൊക്കെ ആയി മാം. 22, 23 ഉണ്ടായിരുന്നായിരുന്നു. ഇപ്പൊ 2-3 ദിവസമായിട്ട് എല്ലാവർക്കും അസുഖമാണ്. അറിയില്ല, കുറച്ചു പേർക്കൊക്കെ അസുഖമാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? Yes, ma'am. ഓക്കെ. പിന്നെന്താ, ക്ലാസ്സിലേക്ക് പോവാം നമുക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഏതായിരുന്നു, ഏത് പോർഷനാണ് എടുത്തതെന്ന് പറയാമോ? ഏതായിരുന്നു പറയൂ, ഓർമ്മയില്ലേ? എന്താണ്? Present perfect tense വരെ എടുത്തിട്ടുണ്ട്. Present perfect tense. Perfect ആണോ? എനിക്ക് തോന്നുന്നു Perfect continuous. present tense ഇപ്പൊ കംപ്ലീറ്റ് ആയി. Present perfect continuous ആണ് സർ. മിസ് പിന്നെ നെഗറ്റീവ് വേർഡ്സ് പറയുമായിരുന്നു. നെഗറ്റീവ് സെന്റൻസും പറയുക. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അല്ലെ? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇതെല്ലാം പറഞ്ഞു. ക്ലിയർ ആണോ? കുറച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ? നമ്മ അതില് ടെൻസില് നെഗറ്റീവ്സ് പറഞ്ഞപ്പോ നമ്മൾ ഏതാ പറഞ്ഞേ? ഐ തിങ്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലെ? ഡു, ഡസ് ഇതാണാ പറഞ്ഞേ? ഓക്കെ, നമുക്ക് പറഞ്ഞു നോക്കാം. എന്നാല് റെഡി അല്ലേ? ഓക്കെ, അപ്പോ ഫസ്റ്റ് ആതിര. Yes, ma'am. Okay, ആതിര, സെന്റൻസ് she writes a novel. She writes a novel ആണ് നമുക്ക് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതിന് നെഗറ്റീവ്സും പറയാം, നെഗറ്റീവ്സ് പോസിറ്റീവ് ക്വസ്റ്റ്യനും പറയാം. ഓക്കെ Okay, ma'am. 1 second. Good morning, ma'am. ആതിര പോയോ? ഇല്ല, പോയിട്ടില്ല. മിസ്സേ, she writes a novel അല്ലേ പറഞ്ഞേ? She writes a novel.
അതിന് നെഗറ്റീവ് സെന്റൻസ് ഷീ ഡസ് നോട്ട് ലൈക്ക് റൈറ്റ്സ് എ നോവൽ. ആണോ? ആണോ മാം? പറഞ്ഞോളൂ. പിന്നെ നെഗറ്റീവ് സെന്റൻസ് പറയണം. ഇത് ഷീ റൈറ്റ്സ് എ നോവൽ എന്നുള്ളത് പോസിറ്റീവ് സെന്റൻസ്, ഷീ ഡസ് നോട്ട് റൈറ്റ് എ നോവൽ എന്നുള്ളത് നെഗറ്റീവ്. പിന്നെ ക്വസ്റ്റ്യൻ അല്ലേ പറയണ്ടേ? ഡസ് ഷീ റൈറ്റ്സ് എ നോവൽ എന്നുള്ളത് പോസിറ്റീവ് സെന്റൻസ്, ഡസ് നോട്ട് ഷീ റൈറ്റ്സ് എ നോവൽ എന്നുള്ളത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ശരിയാണോ? അപ്പോ കറക്റ്റ് ആണ് കേട്ടോ. താങ്ക് യു. She writes a novel is a positive statement, and negative statement is she doesn't write a novel. അപ്പോൾ റൈറ്റ്സ് പറയില്ല കേട്ടോ, റൈറ്റ് ആണ്. അപ്പോൾ she doesn't write a novel, and the positive question, does she write a novel? Does she write a novel? And the negative question, doesn't she write a novel? Okay, doesn't she write a novel? Clear? Okay, then next, Shruti. Yes, ma'am. Positive statement. They play cricket. Ma'am, എന്താണ്? They play cricket. They play cricket. Okay. മാം മറന്നുപോയി. കൊള്ളാം. Yes, ma'am. ഓക്കെ, അപ്പൊ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണൊക്കെ അടിപൊളിയായിരുന്നു. ഹാങ് ഓവർ ആണ്. ഓക്കെ, പറയാം കേട്ടോ. ഓക്കെ മാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു മാം? They play cricket. സജന പറയാം. He plays cricket എന്നല്ലേ മാം ചോദിച്ചേ? എന്തോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മാം? He plays cricket എന്നായിരുന്നോ? They play cricket. Oh, they play cricket. Yeah, they play cricket. Positive statement, they play cricket. Negative ആകുമ്പോൾ they doesn't play cricket. അങ്ങനെയാണോ? എന്തോ they doesn't play cricket. അങ്ങനെയാണോ? ആണോ? പിന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആവുമ്പോ does they play cricket? സജന മതി വേണ്ട പറയണ്ട. ഓക്കെ, അപ്പൊ നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഫസ്റ്റ് അത് ചോദിക്കട്ടെ ഞാൻ. ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം കേട്ടോ. ഓക്കെ, എല്ലാവരും കൂടിയാണ്. ആർക്കൊക്കെ ഓർമ്മയില്ല? മറന്നുപോയി. മറന്നുപോയി. ഇത് ഇങ്ങനെയാക്കി നിങ്ങൾ പഠിക്കുക. മടിയന്മാരാണ് നിങ്ങള് അല്ലെ? അങ്ങനെ തന്നെ ബുക്ക് അടച്ചു വെച്ച് തുറന്നിട്ടുണ്ടോ? വെക്കേഷൻ കഴിഞ്ഞിട്ട് നോട്ട്സ് ഇംഗ്ലീഷ് ബുക്ക് നോക്കിയിട്ടില്ല അല്ലേ? മാം ഇന്ന് മാം എന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചല്ലേ രാവിലെ. ഞാൻ ഇനി അൺഎക്സ്പെക്ടഡ് ആയിട്ടേ വരും കേട്ടോ. അപ്പൊ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ. ഓക്കെ, അപ്പോ ടെൻസ് ഓർമ്മയുണ്ടോ? പ്രസന്റ് ടെൻസ് ഓർമ്മയുണ്ടോ? ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, ടെൻസിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞേ എല്ലാവരും. ഞാൻ പറയട്ടെ, ആരും പറയണ്ട. എല്ലാ ടെൻസ് ഇപ്പൊ നമ്മൾ പഠിച്ച പ്രസന്റ് ടെൻസ് 4 ആക്ഷൻസ് അല്ലെ, ആ ഫോംസിന്റെ സ്ട്രക്ചേഴ്സ് എനിക്ക് എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാം. എല്ലാവരും ചെയ്യണം കേട്ടോ. ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അവരെല്ലാവരും ചെയ്യാം. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. തെറ്റിയാലും കുഴപ്പമില്ല. എനിക്കറിയാം നിങ്ങൾക്ക് അറിയാം. എല്ലാ ടെൻസിന്റെ സ്ട്രക്ചർ ആണോ? അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഈ 4 ടെൻസിന്റെയും സ്ട്രക്ചേഴ്സ് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ.
അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിങ്ങൾക്കത് മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങൾ മറന്നോ എന്ന് അറിയാൻ വേണ്ടിയാണ്. മറന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യും, അതിനു വേണ്ടിയാണ് കേട്ടോ. സോ എല്ലാവരും ചെയ്യും, മസ്റ്റാണ്. ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഞാൻ പറയാം. ക്യാമറ ഓഫ് ആണ് കേട്ടോ, അവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ ക്യാമറ ഓൺ ചെയ്യുള്ളൂ. ഓക്കെ. ആരും നോക്കി എഴുതണ്ട കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സ്ട്രക്ചർ എഴുതാം. നോട്ട്ബുക്ക് റെഫർ ചെയ്യോ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾക്ക് അറിയോ എന്നെനിക്ക് അറിയാൻ വേണ്ടിയാണ്.
ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ഇല്ലല്ലോ. പ്രസന്റ് കണ്ടിന്യൂസ് മിസ്സിംഗ് ആണല്ലോ. മിസ്സി അത് ഞാൻ വിട്ടുപോയതാ, ഞാൻ അയക്കാട്ടോ. കറക്റ്റ് ആണ്. ഓക്കെ, അയച്ചെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. നോക്കിയാണോ? അല്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ശ്രുതി ഫസ്റ്റ്. അസീന. അസീന യെസ് മാം. എന്താ പറയൂ, ടെൻസിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞേ. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് ബേസ് വെർബ് V1 ഫോം. Yes or yes for the he, she, it. Next, present continuous subject plus am, is, are, verb ing ചേർത്തിട്ട് present perfect subject plus has or have plus past participle V3 form. Present perfect continuous subject plus has or have plus been plus verb ing. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും ഏതൊക്കെയാ? എന്തുവാ? സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാ? സിംഗുലർ ഷിയ ഇറ്റ് എവരിബഡി അതൊക്കെയാണ്. എസ് അല്ലെങ്കിൽ ES ചേർത്തിട്ടുണ്ടെങ്കിൽ അത് സിംഗുലർ ആവും. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ I, U, V, ദേ ഒക്കെ. ഓക്കെ, ഓക്കെ അസീന. ഓക്കെ മാം, താങ്ക് യു. Then ആതിര പറയൂ. സിമ്പിൾ പ്രസന്റിന്റെ സബ്ജക്ട് പ്ലസ് V1 വെർബിന്റെ V1 ഫോം. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആറ് പ്ലസ് വെർബിന്റെ ING ഫോം. ദെൻ പ്രസന്റ് പെർഫെക്റ്റ് subject plus has or have plus V3 form. Last one, present perfect continuous subject plus has or have plus been plus verb ing. അല്ലേ മാം? ഓക്കെ, ഓക്കെ ആതിര. ശ്രുതി. Yes, ma'am. അതെ Ma'am, simple present tense, subject plus V1. Present continuous tense, subject plus is, am, പിന്നെ are, plus verb ing. പിന്നെ present perfect tense വന്നിട്ട് subject plus have or has plus V3 form. പിന്നെ present perfect continuous tense subject plus has or have പിന്നെ been plus ing. Yes. Okay. Okay, ma'am. Okay, then Jasmine. പ്രസന്റ് ടെൻസ് സിമ്പിൾ പ്രസന്റ് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് V1. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആറ് പ്ലസ് വെർബ് ING. പ്രസന്റ് പെർഫെക്റ്റ് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ്, ഹാവ് പ്ലസ് V3. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ്, ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ ING. Okay, okay, Jasmine. Then Tessie. Yes, ma'am. Simple present subject plus V1 plus object. പിന്നെ present continuous subject plus is, am, are plus verb ING form.
പിന്നെ അറിയില്ല, മറന്നുപോയി. ഇത്രയും പേര് പറഞ്ഞത് കേട്ടിട്ട് മറന്നുപോയോ? പറഞ്ഞത് കേട്ടു നോക്കിയാണ്. ഓക്കെ അത് ഓക്കെ, പഠിപ്പിക്കാട്ടോ. ഞാൻ ഈ ആഴ്ചയിലൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞങ്ങളെ പള്ളിയിൽ അവിടെ പ്രോഗ്രാം ഒക്കെ ആയിരുന്നേ. അപ്പൊ ഡാൻസിന്റെ പ്രാക്ടീസിനൊക്കെ പോവായിരുന്നു. അപ്പൊ പുസ്തകം തൊട്ടിട്ടുന്നില്ല എന്നാണ് പറയാം. അതെ അതെ, എന്റെ റീസൺ ഞാൻ പറയാം. ഓക്കെ ലെസി, നസീറ. Okay, ma'am. Simple present, subject plus verb. Present continuous, subject plus is, am, are plus verb ing. Then present perfect, subject plus has plus V3 form. Present perfect continuous, subject plus has been, have been, verb ing. ഓക്കെ, അപ്പൊ കൊറേ പേര് ഒന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഫാമിദ പറയൂ. Simple present, subject plus verb 1. Present continuous, subject plus am, is, are plus verb ing. Present perfect വന്നിട്ട് s plus has or have plus past participle. Present perfect continuous, subject plus has or have plus been, verb ing. ഓക്കെ, അപ്പോ ഇനി ആർക്കൊക്കെയാണ് ഡൗട്ട് മീൻസ് ഇനിയും പഠിക്കാത്തവരും അറിയാത്തവരും എത്ര പേരുണ്ട് ഒന്ന് പറഞ്ഞേ. മിസ്, അതെ ക്ലാസ് എടുത്തപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അത് എടുത്തത്. ഞാൻ ഒരാഴ്ചയായിട്ടില്ല. ഓക്കെ, പിന്നെ ആരൊക്കെയാ? ഞാനും ഉണ്ട്. പിന്നെ പറയൂ, ഓപ്പണായിട്ട് തന്നെ പറയൂ. ടെസ്സിക്ക് അറിയില്ല, ആയിഷ ഉണ്ട്, സൗമ്യ ഉണ്ട്, പിന്നെ ആരൊക്കെയാ? ബാക്കി എല്ലാവർക്കും അറിയാം. ഓക്കെ, ഞാനുണ്ടായിരുന്നില്ല മിസ്സേ ക്ലാസ് എടുക്കുമ്പോ. സുഖമില്ലാതിരിക്കായിരുന്നു, അപ്പൊ അതൊന്നും കണ്ടിട്ടില്ല. റെക്കോർഡ് ക്ലാസ്സും കണ്ടിട്ടില്ല, വയ്യാതിരിക്കണ. ഓക്കെ സൗമ്യ. പിന്നെ ആരൊക്കെയാ? മതി, ഇത്രയും പേരേ ഉള്ളൂ, ബാക്കി ആരും കണ്ടതില്ല. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ്? ഇംഗ്ലീഷ് ഓക്കെ ആണോ? പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഉണ്ടോ? താല്പര്യമുണ്ട്. താല്പര്യം മാത്രം ഉള്ളതുകൊണ്ട് കാര്യമുണ്ടോ? പറയൂ. ഇല്ല മാം. ഇല്ല. എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര തിരക്കാണെങ്കിലും നമുക്ക് ആ ഒരു ബുക്ക് കുറച്ചു നേരമെങ്കിലും വായിക്കാൻ പറ്റും, അല്ലെ? എന്നിട്ട് എക്സാം ഒക്കെ വരുമ്പോ നിങ്ങൾ പറയും, മിസ്സേ എനിക്ക് അപ്പൊ അറിയില്ല, മിസ്സേ മറന്നുപോയി, മാർക്ക് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ പഠിക്കണ്ടേ, അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ഈ ടെൻസ് പറഞ്ഞു, കുറെ പ്രാവശ്യം നമ്മൾ റിവൈൻഡ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് സ്പീഡിലൊന്നും പോയ ടോപ്പിക്കേ അല്ലാതെ, അല്ലെ? ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ടെൻസ് പഠിക്കാതെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഒരിക്കലും മറക്കാൻ പാടില്ല. ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു പോർഷൻ ആണ് ഈ ടെൻസ് എന്ന് പറയുന്നത്. ബേസ് ആണത്. ആ ബേസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ആക്റ്റീവ് വോയിസ് ആണെങ്കിലും ഡയറക്ട് സ്പീച്ച് ആണെങ്കിലും ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിലും ഇതൊന്നും ക്രിയേറ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല. ആ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ പഠിക്കില്ല. അപ്പോ അതിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, കാരണം ഈ ബേസ് പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചിരിക്കൂ, പഠിക്കൂ. സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു സെന്റൻസ് ഒക്കെ നമുക്ക് പറയണ്ടേ, അല്ലെ? അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ആരെയും കുറ്റം പറയുകയും പിണങ്ങിയൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുകളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോ സമയമില്ല എന്ന് പറയുന്നതും ക്ലാസ്സിൽ ഉണ്ടായില്ല എന്ന് പറയുന്നതും ഒരു എക്സ്ക്യൂസേ അല്ല എന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞു കുട്ടികളാണോ നിങ്ങള്? ആണോ? എത്ര വയസ്സായി നിങ്ങൾക്ക്? അല്ലേ? മക്കള് പറയുന്ന പോലെയല്ലേ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ? അങ്ങനെയാണോ ചെയ്യണ്ടേ? ആലോചിച്ച് നോക്കിയേ. ശരിയാണോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? ടീച്ചേഴ്സ്
എവിടെ ടീച്ചേഴ്സ് എവിടെ? ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. കുട്ടികളെ പഠിപ്പിക്കണ്ടല്ലോ നമ്മള്, അല്ലെ? അപ്പൊ സൊല്യൂഷൻ നമ്മൾ കാണണ്ടേ? ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, ഓക്കെ ആണ്. അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഓക്കെ ആണ്. പക്ഷെ ഒരാരോടെങ്കിലും ചോദിച്ചാല് അവര് പറഞ്ഞു തരില്ലേ നിങ്ങൾക്ക്? അറിയോ? അങ്ങനെ പറഞ്ഞു കൊടുക്കാതിരിക്കുവോ നിങ്ങള്? ആണോ? പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന സ്റ്റുഡൻസ് ആണോ നിങ്ങള്? ക്ലാസ്മേറ്റ്സ് ആണോ? പക്ഷെ മൊത്തത്തിൽ അത് വിട്ടുപോയി. തിരക്കൊക്കെ ഓണത്തിന്റെ സെലിബ്രേഷൻ കാര്യത്തിൽ അതിലോട്ട് വീണുപോയി. മാം ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, ഫ്യൂച്ചറിൽ ശ്രദ്ധിച്ചോളാം. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഒരിക്കലും അത് ഇംഗ്ലീഷ് എന്നല്ല കേട്ടോ. ഒരു കാര്യവും പഠിക്കുന്ന പോർഷൻസ് നമ്മൾ പഠിക്കണം. മടി എന്ന് പറയുന്ന സാധനം നമുക്ക് വരും, നമ്മുടെ ഉള്ളിൽ ഉള്ളതാണ് ഈ മടി. അത് നമ്മളെ കൊണ്ട് ഒട്ടും പഠിപ്പിക്കില്ല. നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിനോട് പറയാ, ബ്രെയിൻ മാറ്റണം. ഓക്കെ, നമ്മുടെ മനസ്സിൽ തോന്നിയിട്ട് കാര്യമില്ല. മടി നമുക്ക് വരും. ഓണമാണ്, എല്ലാവരും കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു, അല്ലെ? ആഘോഷങ്ങളാണല്ലോ, എൻജോയ് ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആലോചിക്കണ്ടേ? ക്ലാസ് വരുന്നുണ്ട്, ടീച്ചേഴ്സ് വരുന്നുണ്ട്. ടീച്ചേഴ്സ് വരുന്ന ടൈമിൽ ഇപ്പൊ എന്റെ ക്ലാസ് അല്ലേ ഇത്, ശരി സമ്മതിച്ചു. എന്നാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ ഓർത്ത് വെക്കണ്ടേ, പഠിക്കണ്ടേ? ഇനിയിപ്പോ ടേം എക്സാം ഒക്കെ വരും, അല്ലെ? ടേം എക്സാം വരാൻ ടൈം ആയിട്ടില്ല, എന്നാലും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ടേം എക്സാമിന്റെ അത്രയുള്ള പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോ ഇനി ഒരിക്കലും പറയരുത്. ഓക്കെ, എന്തൊക്കെ എക്സ്ക്യൂസാ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, ക്ലാസ് കാണാൻ പറ്റിയില്ല, ബിസി ആയിരുന്നു, ടൈം ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ഒരു എക്സ്ക്യൂസേ അല്ല. ആസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇതൊന്നും ഒരു എക്സ്ക്യൂസേ അല്ല. ഞാനിപ്പോ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരാണ്, ഞാൻ പഠിച്ചിട്ടില്ല പോർഷൻ, ഞാൻ പറയാണ് അയ്യോ ഇന്ന് എന്റെ ക്ലാസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ പെട്ടെന്ന് കയറിയതാണ്, അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ കുറച്ച് തിരക്കായിരുന്നു എന്നൊക്കെ ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞാല് നിങ്ങൾ എന്ത് വിചാരിക്കും? എന്തൊരു ടീച്ചറാണെന്നല്ലേ വിചാരിക്കും, അല്ലേ? അപ്പൊ എന്താണ്? പഠിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യരുത്. ഓക്കെ, ഇഷ്ടപ്പെട്ട് പഠിക്കൂ. ടെൻസ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എനിക്കിപ്പോ അറിയാം, ഇഷ്ടായി, പഠിച്ച് ഇഷ്ടം തോന്നി. ഓക്കെ, അപ്പൊ ഓക്കെ ആണല്ലോ? ഇനി നല്ല കുട്ടികളായിരിക്കില്ലേ നിങ്ങള്? നല്ല കുട്ടികളാണ്, ടീച്ചേഴ്സ് ആയിരിക്കില്ലേ? ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാവേ. ഫസ്റ്റ് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിൽ നമ്മള് 4 ആക്ഷൻസ് ഉണ്ട്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. 4 ആക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോ എന്നല്ല, നമ്മുടെ പെർമനന്റ് ആക്ഷൻസ് ഒക്കെ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതുപോലെ റൊട്ടീൻ, ഹാബിറ്റ്, അല്ലെ, അതൊക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് V1 ആണ്. ഓക്കെ, അപ്പൊ സബ്ജക്ട് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. സിംഗുലർ സബ്ജക്ട് ഉണ്ട്, പ്ലൂറൽ സബ്ജക്ട് ഉണ്ട്. സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാ? ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ആൻഡ് പ്ലൂറൽ സബ്ജക്ട് I, you, we, they. ഓക്കെ, അപ്പൊ ഇനി വെർബിന്റെ കാര്യത്തിലേക്ക് വരാം. V1 എന്ന് പറഞ്ഞു. അപ്പൊ വെർബിൽ തന്നെ 3 ഫോംസ് ഉണ്ട്, അല്ലെ? V1, V2, V3. ഇതെല്ലാത്തിനും നോട്ട്സ് ഞാൻ ഓൾറെഡി തന്നതാണ്, കംപ്ലീറ്റഡ് ആണ്. അപ്പോ V1 എന്താണ്? പ്രസന്റ് ആണ്. V2 പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് കേട്ടോ. അപ്പോ അതിൽ ഫസ്റ്റ് ഫോം ആണ് നമ്മുടെ സിമ്പിൾ പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സബ്ജക്ട് പ്ലസ് V1 എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ മലയാളം വരുന്നത്? എന്താ? ചെയ്യുന്നു എന്നാണ്. ചെയ്യുന്നു, ഞാൻ പോകുന്നു, ഞാൻ ചാടുന്നു, ഞാൻ ഒരു ബുക്ക് എഴുതുന്നു, ഞാൻ ഈ ബുക്ക് വായിക്കുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് എന്താ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ പറയുന്നത്. അപ്പോ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്, ദെൻ വെർബ് യൂസ് ചെയ്യണം, V1 യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ പോകുന്നു എന്നാണെങ്കിൽ, ഞാൻ സ്കൂളിൽ 10 മണിക്ക് പോകുന്നു എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ? ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്, ഞാനാണ്, അല്ലെ? അപ്പൊ I ആണ്. അപ്പൊ ഈ സെന്റൻസിലെ വെർബ് ഏതാണ്? പോകുക എന്നാണ് വെർബ് വരാ. അപ്പൊ അത് ഗോ ആണ്. അതിന്റെ ഫസ്റ്റ് ഫോം ഏതാണ്? ഗോ തന്നെയാണ്. സോ യു ക്യാൻ യൂസ് ഗോ. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ? ബേസ് ഫോം ഏതാണോ അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ശരിക്കും. അല്ല, എന്ത് ചെയ്യണം? സബ്ജക്റ്റ് നോക്കണം, അല്ലെ? സബ്ജക്റ്റ് ഏതാണ്? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ പോകുന്നു, ഞാൻ 10 മണിക്ക് സ്കൂളിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? ഞാനാണ്. ഞാനപ്പോ പ്ലൂറൽ ആണ്, അല്ലെ? അപ്പൊ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഏതാണ്? വെർബിന്റെ ബേസ് ഫോം തന്നെയാണ്. അതിന്റെ കൂടെ നമ്മൾ ES ഒന്നും ആഡ് ചെയ്യണ്ട.
ബേസ് ഫോം അതായത് വേർബ് ബേസ് ഫോമിന്റെ കൂടെ നമ്മൾ ഇഎസ്ഒ ഒക്കെ ആഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? അത് സിംഗുലറൈസ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? ഐ ഗോ എങ്ങോട്ട് പോകുന്നു? സ്കൂളിലേക്ക് പോകുന്നു. നമുക്ക് എന്ത് യൂസ് ചെയ്യണം? അപ്പോ ഒരു പ്രപ്പോസിഷൻ ആവശ്യമാണ് അല്ലെ. പ്രപ്പോസിഷൻ നമ്മൾ പഠിച്ചാണ്. അപ്പൊ ഐ ഗോ ടു ദ സ്കൂൾ എപ്പോ ആണ്? 10 മണിക്കാണ്. കറക്റ്റ് ടൈം ആണെങ്കിൽ അവിടെയും നമുക്ക് എന്ത് വേണം? preposition use ചെയ്യണം. So we can use the preposition at. So I go to the school at 10 o'clock. Okay, clear ആണ്. Simple present മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇപ്പൊ പറയാട്ടോ. ഇനി ഞാനത് റിവൈൻഡ് ചെയ്യില്ല. ഓക്കെ, പറയൂ. ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഇനി മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെന്ന് തന്നെ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ ആണ്? എല്ലാവർക്കും ഓക്കെ ആണോ? സൗമ്യ, 2 സൗമ്യ, ക്ലിയർ? സൗമ്യ സുരേഷ് ഓക്കെ ആണോ? ഷുവർ ആണല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. എല്ലാവർക്കും ഓക്കെ ആണോ? ഷുവർ ആണല്ലോ? ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിയായിട്ടാണെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യൂ കേട്ടോ. എല്ലാവരും പഠിച്ചിരിക്കുക, ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പഠിക്കുക. ക്ലാസ് കഴിയുമ്പോൾ കുറച്ച് ഒരു ഹാഫ് ആൻ അവറോ 1 അവറോ മാറ്റി വെച്ചിട്ട് ഇത് ഒന്ന് ഡിസ്കസ് ചെയ്യും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എങ്ങനെ ഏത് ഒക്കത്തിനെ വിളിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റും. അപ്പൊ സിമ്പിൾ പ്രസന്റ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, കറന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ്. അതായത് ഞാൻ പഠിപ്പിക്കുകയാണ് അല്ലെ, ഞാൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണ്, ഞാൻ എഴുതുകയാണ്, ഇന്ന് സ്കൂളിൽ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുകയാണ് എന്നാണ് എന്റെ മലയാളം മീനിങ് വരാം. സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് ഈസ്, ആം ആർ പ്ലസ് വെർബ് ing. കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ing ഫോം എന്തായാലും വെർബിന്റെ കൂടെ ഉണ്ടാകും, മസ്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോ ഈസ് ആം ആർ ആണ്, ഓക്സിലറീസ് ആണ്. ഓക്സിലറീസ് എന്ന് പറയും നമ്മുടെ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും. അപ്പോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്സിലറീസ് ഏതാണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോ ഐ ആണെങ്കിൽ ഓക്സിലറി ആം യൂസ് ചെയ്യുന്നു. ഹി ഷി ഇറ്റ് ആണെങ്കിൽ ഈസ് യൂസ് ചെയ്യുന്നു. ദെൻ യു വി ദേ ആണെങ്കിൽ ആർ യൂസ് ചെയ്യുന്നു. അപ്പോ ഈസ് ആം ആർ എന്ന് പറയുന്നത് പ്രസന്റ് ഓക്സിലറീസ് ആണെന്ന് മനസ്സിലാക്കാം. പ്രസന്റ് ടെൻസിൽ മാത്രം യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് ഈ പ്രസന്റ് ഓക്സിലറീസ്. ഓക്കെ, അപ്പൊ ഐയുടെ കൂടെ ആം, ഹി ഷി ഇറ്റ് ആണെങ്കിൽ ഈസ്, യു വി ദേ ആണെങ്കിൽ ആർ. ഓക്കെ, ചെയ്യുകയാണ് എന്നാണ് എന്റെ മലയാളം മീനിങ് വരാം. അപ്പൊ എന്താണ്? ഞാൻ ഒരു ബുക്ക് എഴുതുകയാണ് അല്ലെങ്കിൽ അവൻ ഒരു ബുക്ക് എഴുതുകയാണ് എന്ന് പറയുമ്പോൾ ഹീസ് റൈറ്റിംഗ് എ ബുക്ക്. ഹീസ് റൈറ്റിംഗ് എ ബുക്ക്. ആൻഡ് അവൻ ക്രിക്കറ്റ് കളിക്കുകയാണ്, അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് പറയുമ്പോൾ ഹീസ് പ്ലേയിങ് ക്രിക്കറ്റ് ഓൺ ദി ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇൻ ദി ഗ്രൗണ്ട് എന്ന് പറയും. അപ്പോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം ഇവിടെ ഓക്സിലറീസ് ചെയ്താൽ ആൻഡ് വെർബിന്റെ കൂടെ ഒരു ing ഫോം ഉണ്ടാവും. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയുന്നു കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ ഇല്ല മിസ്റ്റേ, മനസ്സിലായില്ല ഒന്നുകൂടെ പറയുമെന്ന് ചോദിക്കുക. ഓക്കെ ആണ്. Then present perfect tense. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ചെയ്തിട്ടുണ്ട്. പ്രസന്റിലെ തന്നെ ഒരു കാര്യം കംപ്ലീറ്റ് ആക്കുന്ന ഒരു പ്രോസസ് ആണ് കേട്ടോ. ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ആയെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്. ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ മലയാളം വരുന്നത് ചെയ്തിട്ടുണ്ട് എന്നാണ്. സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. പെർഫെക്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഹാസോ ഹാവോ എന്തായാലും ഉണ്ടാവും. ഇത് പ്രസന്റ് ടെൻസ് ആണെങ്കിലാണ് ഹാസ് ഹാവ് വരാം, പാസ്റ്റിൽ വേറെയാണ് വരാം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഹാസ് ഹാവും ഹാഡ് ഒക്കെ ഉള്ളതാണ് ഇന്ന് പെർഫെക്റ്റ് എന്ന് മനസ്സിലാക്കാം. സിംഗുലർ സബ്ജക്റ്റ് ആയ ഹി ഷീറ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി, അതായത് മൊഡാൽ വേർബ് എന്നാ കുറച്ചുകൂടെ പറയും. അതേതാണ്? ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഷീറ്റിന്റെ കൂടെ ഹാസ് യൂസ് ചെയ്യുന്നു. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. ദെൻ ഹാസ് ഹാവ് ഹാഡിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം. ഓക്കെ, മറക്കാൻ പാടില്ല, തെറ്റാൻ പാടില്ല, എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം. ഓക്കെ, ദെൻ പിന്നെന്താണ്? ചെയ്തിട്ടുണ്ട്, ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്.
ഐയുടെ കൂടെ ഹാവ് യൂസ് ചെയ്തു. ദെൻ നമ്മൾ യൂസ് ചെയ്തത് V3 ഫോം ആണ്, ഡൺ ആണ് യൂസ് ചെയ്തത്. ദെൻ അവിടെ നമുക്ക് കംപ്ലീറ്റഡോ അല്ലെങ്കിൽ ഫിനിഷ്ഡോ എന്നൊക്കെ പറയാം. ഇനിയിപ്പോ എന്താണ്, ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഐ ഹാവ് ഗോൺ ദെയർ എന്ന് പറയാം. ഓക്കെ, ദെൻ അവൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറയാം. ഇതാണ് എന്ത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? Yeah, clear. So moving on the next, the last one is present perfect continuous tense. അതില് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് has or have ing. Yeah, been plus verb ing ആണ്. അതാണ് present perfect continuous. അതായത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് എന്താണ് രാവിലെ തുടങ്ങിയ ഒരു പ്രവൃത്തി വൈകിട്ട് വരെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ടെൻസ് വെച്ച് പറയാവുന്നതാണ്. പിന്നെന്താണ് അതിന്റെ മലയാളം വരുന്നത്? എന്താണ്? ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു കാര്യം കണ്ടിന്യൂസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല പറയാം അല്ലെ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയല്ലേ നമ്മൾ പറയാം. അപ്പോ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാ അത് പറയാം? ഞാൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാ? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ് എന്ന് പറയണം. I have been studying since morning. അപ്പൊ കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ing ഫോം നിർബന്ധമാണ്, അത് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ടെൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, just wait a second. ഓക്കെ, അപ്പോ ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടോ? പറയൂ, ടെൻസ് ഓക്കെ ആയോ? ഷുവർ ആണോ? നീ എന്നോട് പറയാൻ മടിയായിട്ടാണോ അല്ലെങ്കിൽ ചോദിക്കാൻ മടിയായിട്ടാണോ? ഓക്കെ അല്ലേ? എന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. തമ്പല്ല എനിക്ക് വേണ്ടത്, റെസ്പോണ്ട് ചെയ്യും. ഇനി നമുക്ക് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നോക്കാം അല്ലെ. പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് സിമ്പിൾ പ്രസന്റിലാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റിൽ നമ്മൾ പറയാം ഹി പ്ലേ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയാം. അപ്പോ ഈ പ്ലേസ് വരാൻ കാരണം എന്താണ്? അവിടെ എസ് ഉണ്ട് അല്ലെ. എസ് പോണെങ്കിൽ എന്ത് ചെയ്യാ? ഹി ഡസ് പ്ലേ ക്രിക്കറ്റ് എന്ന് പറയാം. സിമ്പിൾ ആണ്. ഈ എസ് എന്ന് പറയുന്നത് ഡസ് ആണെന്ന് മനസ്സിലാക്കാം. ജസ്റ്റ് അങ്ങനെ ഈ രീതിയിൽ മനസ്സിലാക്കാം. നമ്മള് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബ് പ്ലേസ് അല്ലെ, എസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഈ എസ് എന്ന് പറയുന്നത് ഡസ് ആണെന്ന് മനസ്സിലാക്കും.
അപ്പൊ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആക്കണമെങ്കിൽ ഓൾറെഡി അവിടെ ഓക്സിലറി ആയ ഡസ് അവിടെ കിടപ്പുണ്ട് അല്ലെ, എസിന്റെ രൂപത്തിൽ ഡസ് അവിടെ കിടപ്പുണ്ട്, അതിന് നെഗറ്റീവ് ആക്കിയാൽ മതി. ഹി ഡസന്റ് പ്ലേ ക്രിക്കറ്റ്. ഡസ് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വെർബിന്റെ കൂടെ എസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഹി ഡസന്റ് പ്ലേ ക്രിക്കറ്റ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഓൾറെഡി എന്താണ് ഓക്സിലറി ഉണ്ടല്ലോ, അത് ഫസ്റ്റ് കൊണ്ടുവരാം. ഡസ് ഫസ്റ്റ് ചോദിക്കുക അല്ലെ. അപ്പൊ ഡസ് ഷീ പ്ലേ ക്രിക്കറ്റ്. ഡസ് ഷീ പ്ലേ, സോറി ഹി ആണ്. ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്. ഓക്സിലറി രണ്ടിലേക്ക് കൊണ്ടുവരാം. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഓക്സിലറിയുടെ കൂടെ നെഗറ്റീവ് ചേർക്കാം, നോട്ട് ചേർക്കാം. ഡസിന്റ് ഹി പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, അത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ മാത്രമാണ് നമ്മൾ ഡസ് യൂസ് ചെയ്യുക. അത് എഴുതിയിരിക്കും എവിടെയെങ്കിലും. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ് യൂസ് ചെയ്യുന്നു, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു യൂസ് ചെയ്യുന്നു. ഇത് പ്രസന്റ് ടെൻസിലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ ദേ പ്ലേ ക്രിക്കറ്റ് ആണെങ്കിൽ അവിടെ എന്താണ് ഡു ആണ് വരാ. അവിടെ എസ് ഒന്നും വന്നിട്ടില്ല, അപ്പൊ ഡസ് അല്ല, പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുമ്പോൾ ദേ പ്ലേ ക്രിക്കറ്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നെഗറ്റീവ് എന്താ, ദേ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. They don't play cricket. Question now, positive question. Do they play cricket? നമ്മുടെ ക്രിക്കറ്റ് കളിക്കുകയാണോ എന്നാണ്. Do they play cricket? ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്താ, അവർ ക്രിക്കറ്റ് കളിക്കുകയല്ലേ, അതാണ്. Don't they play cricket? Don't they play cricket എന്ന ചോദ്യം. ഓക്കെ, അപ്പൊ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സിംഗിൾ പ്രസന്റ് ടെൻസിൽ. സിംഗിൾ പ്രസന്റ് ടെൻസിലാണ് നമുക്ക് ഈ നെഗറ്റീവ്സും പോസിറ്റീവ്സും നമ്മളിപ്പോ നോക്കിയത്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ, മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഓക്കെയാണ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് മറക്കാൻ പാടില്ല. മറക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഡെയിലി എടുത്ത് വായിക്കുകയോ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്ത് അത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കൂ. മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും സിമ്പിൾ വേ എന്താണെന്ന് അറിയോ, നമ്മൾ പഠിക്കാൻ ഒരിക്കലും നമ്മൾ പഠിക്കില്ല നമ്മൾക്ക് വേണ്ടി, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നമ്മൾ ഓക്കെയാണ്. ഇപ്പൊ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറയും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കേ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യൂ. അപ്പോ പഠിക്കും, എന്നാലേ പഠിക്കൂ. അല്ലാണ്ട് നമ്മൾക്ക് വേണ്ടി നമ്മൾ പഠിക്കാൻ ചാൻസ് കുറവാ. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ ആണോ? മാം നെഗറ്റീവ് സെന്റൻസ് ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? ഡോണ്ട് ദേ പ്ലേ ക്രിക്കറ്റ് എന്നാണോ? ഡോണ്ട് ദേ പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ നിങ്ങള്. ഈ നെഗറ്റീവ്സും പോസിറ്റീവ്സും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ക്ലാസ്സിൽ ഓരോരുത്തരെയും വിളിച്ച് എങ്ങനെയാ ഓക്കെ ആണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഓക്കെ, സൗമ്യ ടോമി. Yes, ma'am. She sings a song. Positive statement. She sings a song. എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ് സാർ. ഇപ്പോഴും ഡൗട്ടാണ്. അത് കറക്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കണേ. എല്ലാരും എഴുതി വെക്കട്ടോ, ഞാനിപ്പോ പറഞ്ഞ എല്ലാവരും എഴുതി വെക്കുക. She sings a song. ഇത് നമുക്ക് ഇങ്ങനെയും പറയാം അല്ലെ, she sings a song എന്ന് പറയാം. അല്ലാതെ ഏത് രീതിയിൽ പറയാൻ പറ്റും എന്ന് പറഞ്ഞേക്ക് എല്ലാവരും. വേറെ ഇതെങ്ങനെയാ പറയാം? She does sing a song. She does sing a song എന്നും പറയും. She does sing a song. രണ്ട് രീതിയിൽ നമുക്കിത് പറയാൻ പറ്റും അല്ലെ. ഡസ് വെച്ചും പറയാം, ഡസ് വെക്കാതെയും പറയാം. ശ്രുതി മാം അല്ല, സൗമ്യ മൈക്ക് അൺമ്യൂട്ട് ചെയ്തോണ്ടേ കേട്ടില്ല, അതുകൊണ്ടായിരുന്നു. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടോ. അപ്പോ ഡസ് വെച്ചും ഡസ് വെക്കാതെ നമുക്ക് രണ്ട് രീതിയിൽ സെന്റൻസ് പറയാൻ പറ്റും. She sings a song അല്ലെങ്കിൽ she does sing a song എങ്ങനെയും പറയും. ഇനി നെഗറ്റീവ് ആക്കാൻ എന്താ, എളുപ്പമല്ലേ? ഇത് നെഗറ്റീവ് ആക്കിയത് നിങ്ങള്. He does not sing a song. He doesn't sing a song.
She doesn't sing a song. Any question ചോദിച്ചേ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ. Does she sing a song? Doesn't she sing a song? Yeah, does she sing a song? The negative question. Doesn't she sing a song? Doesn't she sing a song? Yeah, clear. ഇത്രയേ ഉള്ളൂ. അപ്പൊ കുറച്ചു പേർക്കൊന്നും അറിയില്ല, നിങ്ങളത് പറഞ്ഞു കൊടുക്കൂ ക്ലാസ്സില്, സോറി ഗ്രൂപ്പില് ഡിസ്കസ് ചെയ്യും കേട്ടോ. പിന്നെ പറഞ്ഞു പഠിക്കണം കേട്ടോ, പറഞ്ഞു പഠിക്കണം, അല്ലെങ്കിൽ വെള്ളി വീഴും. കറക്റ്റ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി വരില്ല. പ്രാക്ടീസ് ചെയ്യണം നന്നായിട്ട്. ഇനി എന്താണ്, we write a novel. We write a novel. പറയൂ. എന്താ ക്വസ്റ്റ്യൻ എന്താ മിസ്സേ? We write a novel. പറഞ്ഞോളൂ, എല്ലാരും പറയും. He does write a novel. വി ആണ് കേട്ടോ, WEV, ഞങ്ങൾ. Sorry, miss. വി അല്ലേ പറഞ്ഞത്? വി. WV, ഞങ്ങൾ. പറയൂ. മിസ് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പറയാനാണ് പറഞ്ഞത്? പോസിറ്റീവ് ആണ്. നെഗറ്റീവ് സെന്റൻസ് we do not write a novel. നെഗറ്റീവ് we do not write a novel അല്ലെങ്കിൽ we don't write a novel. Do not എന്ന് പറയണ്ട കേട്ടോ, do not വേണ്ട, does not വേണ്ട, ഷോർട്ട് ആക്കോ. Don't. We don't write a novel. Okay. Question, do we write a novel? Yeah, then don't be, അല്ലേ? Don't be write a novel. Okay. Don't be, yeah. Negative, don't write a novel. We don't write a novel. Do we write a novel? Don't we write a novel? Simple. Then I like ice cream. എങ്ങനെ പറയാം? നിങ്ങൾ മലയാളത്തിൽ ഒന്ന് ഓർത്ത് നോക്കിയേ. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? സോറി, നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? നിനക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലേ? Ma'am, negative. I don't like ice cream. Negative question, don't you like ice cream? പിന്നെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ, do you like ice cream? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. പ്രാക്ടീസ് ചെയ്ത് കിട്ടും. മലയാളത്തിൽ ഒന്ന് പറഞ്ഞു, ജസ്റ്റ് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് മലയാളം പറയാം, അതിന്റെ നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി പെട്ടെന്ന് കിട്ടുമല്ലോ മലയാളത്തില്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും കിട്ടണം പറയാനായിട്ട്. ഓക്കെ മാം, മലയാളം എന്തൊക്കെയായിരുന്നു? ഇപ്പോ it drinks milk. It drinks milk എന്ന് പറഞ്ഞു. It drinks milk. It drinks milk എന്ന് പറയുമ്പോ അത് പാല് കുടിക്കുകയാണ്, അല്ലെ? അത് പാല് കുടിക്കുന്നു. മലയാളം എന്താ പറയാ നമ്മള്? അതിന്റെ നെഗറ്റീവ് മലയാളത്തിൽ എന്താ പറയാ? ഇത് പാല് കുടിക്കുന്നില്ല. അത് പാല് കുടിക്കുന്നില്ല, അല്ലെ? അത് പാല് കുടിക്കുന്നില്ല. ഇതെന്താണ് പാല് കുടിക്കാത്തെ? ശ്രദ്ധിക്കും മലയാളം. ഇത് പാല് കുടിക്കുകയാണോ എന്ന് ചോദിക്കാം. ഇത് പാല് കുടിക്കുകയാണോ? നെഗറ്റീവ്, ഇത് പാല് കുടിക്കല്ലേ? അത് പാല് കുടിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ല കേട്ടോ. ഉണ്ടോ വേറെ, ഉണ്ടോ വേണ്ട. ഇത് പാല് കുടിക്കുകയാണോ? ആണോ അല്ലയോ എന്നൊക്കെയാണ് ചോദിക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. ആണോ അല്ലയോ? അപ്പോ ഇറ്റ് ഡ്രിങ്ക്സ് മിൽക്ക് എന്ന് പറയുമ്പോ ഇറ്റ് ഡസന്റ് ഡ്രിങ്ക് മിൽക്ക്. അത് പാല് കുടിക്കാലോ, അല്ലെ? It doesn't drink milk. പാല് കുടിക്കുകയാണോ? Does it drink milk? പാല് കുടിക്കുക അല്ലേ? Doesn't it drink milk? എന്ന് ചോദിക്കാം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടൂ, അല്ലെ? മനസ്സിലായില്ലേ? അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണ്ടേ? അത് നമ്മുടെ ക്ലാസ്സിൽ പോസിബിൾ ആണോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ.
എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കില്ല, നിങ്ങൾ നടക്കോ? നമുക്ക് സമയം കുറവല്ലേ, അപ്പൊ പറ്റില്ല. ഗ്രൂപ്പില് ഇഷ്ടംപോലെ സമയമുണ്ട്, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. മാം ഇപ്പൊ മനസ്സിലായിട്ടാ, ഇപ്പൊ കുറേശ്ശെ മനസ്സിലായി. അതൊന്നും കൂടി പഠിച്ചാ കിട്ടും. ശ്രദ്ധ പോയിട്ടാണത്, ശ്രദ്ധയില്ല. മനസ്സിലായല്ലോ. ഇപ്പൊ എല്ലാവരും പറഞ്ഞിപ്പോ ഓക്കെ വരുന്നുണ്ട്, കേട്ട് അത് നമ്മള് പഠിക്കാത്തതിന്റെയാ. നമ്മൾ ആരും അതിന് സമയം കണ്ടെത്തി പഠിക്കാൻ നോക്കുന്നില്ല. അതാണ് കേട്ടോ. കുറ്റം പറയുന്നല്ല, അതെല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാ. എനിക്കും അങ്ങനെ പറ്റാറുണ്ട്. അപ്പോ മാക്സിമം നമ്മൾ പഠിക്കാൻ നോക്കുക, ഗ്രൂപ്പിൽ തന്നെ പഠിക്കൂ. ടച്ച് വിട്ട് പോകരുത് കേട്ടോ. ടച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഇപ്പൊ കഷ്ടപ്പെട്ട് ഒരുപാട് നിങ്ങൾ ഇവിടെയും വരെ എത്തിയിട്ടുണ്ട് അല്ലെ? ഒന്നും അറിയാത്തടത്തൊന്നും നിങ്ങൾ ഇവിടെയും വരെ എത്തിയില്ലേ? അത് നിങ്ങളുടെ ഹാർഡ് വർക്ക് ആണ്. അപ്പോ അത്രയും ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ ഇനി നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ കയ്യിന്ന് പോകും. അതുകൊണ്ട് മാക്സിമം ടച്ച് അങ്ങനെ തന്നെ ഇരിക്കുക. എല്ലാ ദിവസവും കുറച്ചു നേരമെങ്കിലും ഇംഗ്ലീഷ് നമ്മൾ നോക്കുക. ഗ്രൂപ്പിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഒരാള് മുന്നിട്ട് ഇറങ്ങിയാല് അടുത്ത് എല്ലാവരും കുറയുകയും. കാരണം നമ്മൾ പഠിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് അല്ലേ? നമ്മൾക്ക് വേണ്ടി തന്നെ എഫോർട്ട് എടുത്ത് പഠിക്കാൻ നോക്കുക, പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടൂ. സിമ്പിൾ പ്രസന്റ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രസന്റ് കണ്ടിന്യൂസിലും ഇതേപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. എളുപ്പമാണ്. അപ്പോ എന്താണ് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് എടുത്ത് നോക്കിയേ. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഇത് നെഗറ്റീവ് വരാം. ഞാൻ ലെറ്റർ എഴുതാണ്. നെഗറ്റീവ് എന്ത് വരും? ഞാൻ ലെറ്റർ എഴുതിയല്ല അല്ലെ? ഞാൻ ലെറ്റർ എഴുതിയല്ല. ഐ എം നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. ഐ എം നോട്ട്. അത്രയേ ഉള്ളൂ. ഐ എം നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. ഇനി ലെറ്റർ എഴുതാണോ? ഞാൻ ലെറ്റർ എഴുതാണോ? ആം ഐ റൈറ്റിംഗ് എ ലെറ്റർ? തിരിച്ചിട്ടു അല്ലെ? ആം ഐ റൈറ്റിംഗ് എ ലെറ്റർ? പിന്നെന്താ പറയാ? ഞാൻ ലെറ്റർ എഴുതുകയല്ലേ എന്ന് ചോദിക്കുമ്പോ ആം നോട്ട് എന്നൊരു സാധനം ഉണ്ടോ? ഒരിക്കലില്ല. ആറിന്റെ ആണ് വരാ. ആറിന്റെ ആം നോട്ട് അല്ല. അപ്പോ ആം ഐ നമ്മൾ തിരിച്ചിട്ടു അല്ലെ? ടൈപ്പ് ചെയ്ത അക്ഷരം. കൺഫ്യൂഷൻ വരണോ? ശ്രദ്ധിച്ചിരുന്നാല് മനസ്സിലാവാന്നേ ഉള്ളൂ. അതൊക്കെ ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ അങ്ങോട്ടൊരു ചാപ്റ്റർ എല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ആയി. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഐ ആം നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ദെൻ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആം ഐ തിരിച്ചിട്ടു അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഓക്സിലറീസ് ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് നമ്മുടെ സിമ്പിൾ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ലേ ചെയ്തേ? ഡസ് ഫസ്റ്റ് വന്നു, ഡു ഫസ്റ്റ് വന്നു. അതുപോലെ തന്നെ എവിടെയും ആം ഓക്സിലറി ആയ ആം ഫസ്റ്റ് വന്നു, ആം ഐ റൈറ്റിംഗ്. പക്ഷെ അത് നെഗറ്റീവ് എടുക്കണമെങ്കിൽ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ആം നോട്ട് എന്ന് പറയുന്ന സംഭവമില്ല അല്ലെ? അപ്പൊ എന്താണ്? ആറിന്റെ ആണ് അവിടെ. ആറിന്റെ യൂസ് ചെയ്യാം. ആറിന്റെ റൈറ്റിംഗ് എ ലെറ്റർ എന്നെങ്കിൽ പറയാം. ഇനി ഹി ഈസ് ആണെങ്കിലോ? He is writing ആണെങ്കിലോ? റൈറ്റിംഗ് എ ലെറ്റർ എന്നാണെങ്കിൽ എന്ത് വരും? He is not writing. He is not writing. And Is he writing? Yeah. Is he writing? Then Is not he writing? yeah, is not. Is in എന്ന് പറയട്ടോ. Is in he writing. ഇങ്ങനെയാണ് വരാ. ഓക്കെ. ഇനിയിപ്പോ അടുത്തതാണെങ്കിൽ യു ആണെങ്കിൽ ദേ ആണെങ്കിൽ ആർ റൈറ്റിംഗ് ചോദിക്കാം. എന്ത് വരും? They are writing. പറയൂ. They are not writing. Okay. Then Are they writing? yeah. Aren't they writing? Yes, aren't they writing? ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? മനസ്സിലായോ?
ഇത് തന്നെയാണ് പെർഫെക്റ്റ്ലി വരാം. സിമ്പിൾ പ്രസന്റില് ഇത് പഠിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ടെൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് പെർഫെക്റ്റ്ലി പോകാൻ നോക്കിയേ. He has written എന്ന് പറഞ്ഞു. He has written a novel എന്ന് പറഞ്ഞു വിചാരിക്കും. അതിന്റെ നെഗറ്റീവ് എന്തായിരിക്കും? He hasn't. Yeah, he hasn't. And a question? Question? Has a friendly word. Has he? Hasn't. Hasn't he written a novel? Has he written a novel? Then negative question? Hasn't he? Yeah, hasn't he? Simple. Hasn't he? Any they have not. They have written. They have not. They haven't. Yeah. How they? They haven't done. Then question. How they writing? Yeah, have they? Have they right? Let. Have they right? How not? How not? റിട്ടേൺ ചോദിക്കാൻ പാടില്ല കേട്ടോ. ഹാവ് ദേ റൈറ്റ് ആണ് വരിക. കാരണം ഹാവിന് ശേഷമാണ് നമ്മള് V3 ഫോം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ദേ ഹാവ് റിട്ടേൺ എ നോവൽ ആണെങ്കിൽ ദേ ഹാവിന്റ് റിട്ടേൺ ചോദിക്കാം. ദേ ഹാവിന്റ് റിട്ടേൺ എ നോവൽ വരും. ഇനി ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഹാവ് ദേ Right. റൈറ്റ് ചോദിക്കണം. ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ How not they right? haven't. Okay, having the right. Okay, clear ആയോ? ഇനിയാണ് പഠിക്കേണ്ടത്. ഇനിയിപ്പോ പഠിക്കാതെ നിങ്ങൾക്ക് പ്രസന്റ് കഴിഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പ്രത്യേകിച്ചൊന്നുമില്ല, സെയിം തന്നെയാണ്. ഹാസും ഹാവിംഗ് ഒക്കെ അവിടെ നെഗറ്റീവ് ഒക്കെ കൊടുത്താൽ മതി. മീനിന് വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ? ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ കണ്ടിന്യൂസും പെർഫെക്റ്റും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ക്ലിയർ ചെയ്തുതരാം. മാക്സിമം ക്ലാസ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? Yes, ma'am. ഓക്കെ. ഇനി എന്താ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് പാസ്റ്റിലേക്ക് പോവാം. പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് അല്ലേ കംപ്ലീറ്റ് ആയത്. പ്രസന്റ് ടെൻസിലെ നെഗറ്റീവ്സും കംപ്ലീറ്റ് ആയി, ടെൻസ് വൈസും കംപ്ലീറ്റ് ചെയ്തു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് പാസ്റ്റ് ടെൻസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രസന്റ് ക്ലിയർ ആയതിനു ശേഷം ഞാൻ പാസ്റ്റിലേക്ക് പോവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എന്ത് ഡൗട്ട് ആണെങ്കിലും ക്ലാസ്സിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തതിനു ശേഷം എന്ത് ഡൗട്ട് ആണെങ്കിലും എന്നോട് വന്ന് ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ ആണ്? Yes, ma'am. Yes. So let's wind up today's class. Who's going to sign up the class? Good morning, everyone. I am Soumya Tony, and it's my privilege to deliver in the sign out. I just wanted to say thank you for your hard work in teaching our online class. I really appreciate your patience and dedication. I know online teaching can be challenging, but you have done a great job making our class engaging and accessible. Thank you, ma'am. Okay, so thank you all. See you on next class. Okay. Thank you. Yeah, wait. നിങ്ങൾ ഓക്കെ അല്ലേ? ക്ലാസ്സിൽ ആരും ഓക്കെ അല്ലേ? ഓക്കെ ആണ്? ഓക്കെ ആണ്. കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഓക്കെ ആണ്, എല്ലാം ഓക്കെ ആയി. Okay, so happy. Thank you all. Bye. See you on next class. Okay. Thank you, ma'am. Thank you. Good, ma'am.